ഹലോ ഗൈസ്, വെൽക്കം ടു ജീനാസ് ഡയറി. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നേക്കുമല്ല, ആക്ച്വലി പോകാനുള്ള സമയമായി. വൈകുന്നേരം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ചെറിയ വ്ളോഗൊക്കെ എടുക്കാമെന്ന്. അപ്പം ആ കാണുന്നതാണ് എൻ്റെ അച്ഛൻ. അച്ഛനോട് ഞാനപ്പോൾ വീഡിയോയിലേക്കൊന്ന് വരാൻ പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം. അപ്പോൾ അച്ഛൻ ആക്ച്വലി പറയുക, ഈ വീഡിയോയിൽ കാണാൻ എനിക്ക് നല്ല ഭംഗിയുണ്ടല്ലോ, ഞാൻ സുന്ദരനായല്ലോ, ഇനിയിപ്പോൾ എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാമല്ലോ എന്നൊക്കെ. ചില സമയത്ത് ഞങ്ങളുടെ അച്ഛൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ ഇങ്ങനെയാണ്. അടിപൊളിയല്ലേ? ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ്. എൻ്റെ കസിൻ, എൻ്റെ കൊച്ചച്ഛൻ്റെ മോൻ ഇതെനിക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്തു തന്നതാണ്. ഹസ്ബൻഡും ഞാനും ഞങ്ങളുടെ മൂത്ത മോനും പിന്നെ ഞങ്ങളുടെ ഇളയ ആളും ഉണ്ട് ഇതിൽ. ഇത് കണ്ടോ, എൻ്റെ മടിയിലാണ് അത്. ഇത് ഞങ്ങളുടെ എന്താ പറയുക, കൊച്ചിൻ്റെ 56 സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു. അത് വെച്ചിട്ട് അവൻ പെൻസിൽ ഡ്രോയിങ് ചെയ്തു തന്നതാണ്. അപ്പം ഞാനത് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം കാണിച്ചു തരാം. അതിന് നമുക്ക് വീടിൻ്റെ ബാക്ക് വശത്തേക്ക് പോകാം. അങ്ങനെ അത് കണ്ടോ, ഇതാണ് ഞാൻ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം. ഞങ്ങളുടെ മോനൂസ്, അവൻ്റെ പേര് ചിക്കു എന്നാണ്. ചിക്കു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ചെടികളൊക്കെ നനച്ച് ആടിയും പാടി ഇങ്ങനെ പറമ്പിൽ നടക്കും. അപ്പം ക്യാമറ കണ്ടപ്പോൾ എൻ്റെ അമ്മ ഓടി. അപ്പം അവനിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് നനച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ വെള്ളത്തിൽ കളിച്ചൊക്കെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ടാണ് അവൻ ഇവിടെ വരാനായിട്ടുള്ള മെയിൻ കാരണം. ഇവിടെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ കൂടെ ഇങ്ങനെ വിലസി നടക്കാം. അപ്പം എന്തായാലും ഞാൻ എൻ്റെ അമ്മേനെ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തു. ആള് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഞങ്ങളുടെ ചിക്കൂസിന് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ അടുത്ത് പോകണമെന്ന് എപ്പോഴും പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെ പറമ്പും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട് അവിടെ ഒരു ജംഗ്ഷനിലാണ്. അപ്പം ഗേറ്റ് അങ്ങോട്ട് അടച്ചു പൂട്ടിയാൽ അതിനകത്ത് തന്നെ ഇരുന്നോണം. അധികം ഇങ്ങനെ വിലസിയൊന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്ന അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ കൂടെ ഇങ്ങനെ നടക്കും പറമ്പിൽ. വെള്ളം ഒഴിച്ച് ചെടി നനച്ച് അവസാനം പിന്നെ ആ വെള്ളത്തിലൊക്കെ കുളിച്ച്. ആരും ഒന്നും പറയാനില്ലല്ലോ. അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട്. കണ്ടോ, അമ്മ പൈപ്പ് ഇപ്പുറത്തോട്ട് വെച്ച് കൊടുക്കാമെന്ന് പറയുമ്പോൾ സമ്മതിക്കണില്ല. അവൻ ഇങ്ങനെ തന്നെ ഒഴിക്കണം. ആക്ച്വലി ഇവിടെ വന്നാൽ അമ്മൂമ്മ പറയണ പോലെ അല്ല അവൻ കേൾക്കണം, അവൻ പറയണ പോലെ അമ്മൂമ്മ കേട്ടോണം. അതാണ് അവർ തമ്മിലൊരു ഒരു ടേംസ്. അപ്പം നമുക്ക് ഇവിടുന്ന് മുമ്പോട്ട് പോവാം. അവൻ എന്നോട് പറയും, അമ്മയെ സൂക്ഷിച്ച് പോണോട്ടോ എന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഒരു ഹോം ടൂറൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പം സമയമില്ലല്ലോ. അതിനി പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ എടുക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. കാണാൻ പറ്റില്ല, എന്നെയാണ് കാണുന്നതല്ലേ? ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റമാണത്. മുറ്റത്ത് ഇങ്ങനെ കോഴിയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കോഴിയല്ല കേട്ടോ, അപ്പോഴത്തെ കൊച്ചച്ഛൻ്റെ വീട്ടിലെ കോഴികളാണ്. അപ്പോൾ ഇതാണ് വീട്. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഞാനൊരു ഹോം ടൂർ ചെറിയ വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എപ്പോൾ വന്നാലും ഞാനിവിടെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ വൈകുന്നേരത്തെ ഒരു ചെറിയ കാഴ്ച. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഒരു ഹോം ടൂറൊക്കെ എടുക്കാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ, ടാറ്റാ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.